അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് 4ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിച്ച ലിസാനുൽ ഖുർആനിന്റെ 7ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. റഹിലത്തുൻ ഇലാ മഖരി സമസ്ത. സമസ്ത ആസ്ഥാനത്തിലേക്കൊരു യാത്രാ നിർത്തുന്ന പാടാണ് പറയുന്നത്. ഇതിലൂടെ പഠിക്കാനുള്ള വിഷയം ഇസ്തിഫ്ഹാമിന്റെ അദവാത്താണ്. അദവാത്തുൽ ഇസ്തിഫ്ഹാം, അതായത് ചോദിക്കാനുള്ള കാര്യങ്ങൾ. അറബിയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കാനാണ് ഈ പാഠം ഉപയോഗപ്പെടുത്തുന്നത്. സമസ്തയുടെ ആസ്ഥാനത്തിലേക്ക് മദ്രസ വിദ്യാർത്ഥികൾ പോയിട്ട് അവിടുത്തെ മാനേജറുമായി ഇന്റർവ്യൂ നടത്തുന്ന ഒരു വിഷയമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നമുക്ക് വായിക്കാം. ഫി സബാഹി യൗമിൻ, ഒരു ദിവസം രാവിലെ, ഖററത് ഇദാറത്തുൽ മദ്രസത്തി ദഹാബ ബിതുല്ലാബിൽ മദ്രസത്തി ഇലാ മഖറി സമസ്ത ബികാലികൂത്ത്. മദ്രസ മാനേജ്മെന്റ് മദ്രസ വിദ്യാർത്ഥികളെ കാലിക്കറ്റിലെ സമസ്ത ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. കാനത്ത് റഹിലത്തു മലീഅത്തം ബിൽ ഫർഹി വസ്സുറൂർ. ആ യാത്ര സന്തോഷങ്ങൾ നിറഞ്ഞതായിരുന്നു. ഇൻദമാ വസലു, അവർ എത്തിച്ചേർന്ന സമയത്ത്, വവാജഹു മുദീറൽ മഖറി, ആസ്ഥാനത്തിന്റെ മാനേജർ അവർ നേരിട്ടു. ബദഅത് തുല്ലാബു ബി തൗജീഹി അസ്ഇലത്തിൻ ലഹു, വിദ്യാർത്ഥികൾ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി. ഫജറാ ബൈനഹും മുഹാദസത്തുൻ ഖസീറ, അങ്ങനെ അവർക്കിടയിൽ ചെറിയൊരു സംഭാഷണം നടന്നു. അത്തുല്ലാബ്, വിദ്യാർത്ഥികൾ പറയുന്നു, അസ്സലാമു അലൈക്കും. അൽ മുദീർ, മാനേജർ പറയുന്നു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മർഹബൻ അഹ്ലൻ വസഹ്ല ബിജമീഇക്കും, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അൽ മുദീർ, മൻ യഅരിഫു മിൻകും ഇസ്മ ഹാദൽ മഖർ, ആർക്കാണ് ഈ ആസ്ഥാനത്തിന്റെ പേരറിയാം? അത്തുല്ലാബ്, നഹ്നു ജമീഉനാ നഅരിഫ്, ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഹാദാ മഖറു സമസ്ത തജ്തമിഉൽ മുശാവറത്തു ഹുന, ഇത് സമസ്തയുടെ ആസ്ഥാനമാണ്, ഇവിടെയാണ് മുഷാവറ ഒരുമിച്ച് കൂടുന്നത്. വതുസ്ദറു ജരീദത്തു സുപ്രഭാതം മിൻ ഹുന, ഇവിടെ നിന്നാണ് സുപ്രഭാത ദിനപത്രം പ്രസിദ്ധീകരിക്കുന്നത്. അൽ മുദീർ, മാഷാ അല്ലാഹ്, അഹ്സൻതും, താങ്ക് യു. ജാസിർ ചോദിക്കാണ്, മതാ തമ്മ ബിനഉ ഹാദൽ മഖർ, ഈ ആസ്ഥാനത്തിന്റെ നിർമ്മാണം എപ്പോഴാണ് പൂർത്തിയായത്? അൽ മുദീർ, തമ്മ ബിനഉഹു ഖബ്ല 40 യൗമ, ഇതിന്റെ നിർമ്മാണം 40 വർഷം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. നബീൽ ചോദിക്കുന്നു, കം മക്തബൻ ഫി ഹാദൽ മബ്ന, ഈ ബിൽഡിങ്ങിൽ എത്ര ഓഫീസുണ്ട്, ഈ കെട്ടിടത്തിൽ എത്ര ഓഫീസുണ്ട്? അൽ മുദീർ, ഹുനാ സലാസത്തു മകാതിബ, ഇവിടെ 3 ഓഫീസുകളുണ്ട്. ഖാസിം ചോദിക്കുന്നു, റഅയ്തു ഹുനാക അദദൻ കസീറൻ മിനൽ കുതുബ്, ഞാനിവിടെ ഒരുപാട് പുസ്തകങ്ങൾ കണ്ടു. ലിമാദാ ഹാദിഹിൽ കുതുബ്, എന്തിനാണ് ഈ പുസ്തകങ്ങളൊക്കെ? അൽ മുദീർ, സുആലുൽ മുംതാദിന്റെ വേറിട്ടൊരു ചോദ്യമാണ്. ഹാദിഹിൽ കുതുബ് ലിതൗസീഇ ഫിൽ മദാരിസ്, ഈ പുസ്തകങ്ങളൊക്കെ മദ്രസകളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയാണ്. നബീൽ ചോദിക്കുന്നു, കം വല്ലഫൻ ഫി ഹാദൽ മക്തബ്, ഈ ഓഫീസിൽ എത്ര ജോലിക്കാരുണ്ട്? അൽ മുദീർ, ഹുനാ 50 മുവല്ലഫ, ഇവിടെ 50 ജോലിക്കാരുണ്ട്. അൽ മുദീർ, ബിമാദാ തശ്ഉറൂന ബഅദ വസീലികും ഇലാ ഹുന, നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത്തുല്ലാബ്, നശ്ഉറു ബിർറാഹത്തി വൽ ഫഖ്രി, ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നു. അൽ മുദീർ, മതാ തർജഊൻ, നിങ്ങൾ എപ്പോഴാ തിരിച്ചു പോകുന്നത്? അത്തുല്ലാബ്, നർജിഉ ഫിൽ ഹാലി ബഅദ സ്വലാത്തുൽ അസ്ർ, അസംസ്കാരത്തിന് ശേഷം ഉടനെ തന്നെ ഞങ്ങൾ തിരിക്കും. ഹംദാൻ ചോദിക്കുന്നു, യാ മുദീറുൽ ഫാലിൽ, ഓ ബഹുമാനപ്പെട്ട മാനേജർ,
ഇസ്തഫ്ദന ബിമസീദി മിനൽ മാലൂമാത്ത്, ഞങ്ങൾക്ക് ധാരാളം അറിവുകൾ കൊണ്ട് പ്രയോജനപ്പെട്ടു. ശുക്രൻ ജസീല, ധാരാളം നന്ദി ചെയ്യുന്നു. അൽ മുദീർ അൽഹംദുലില്ലാഹ്, അസ്സലാമു അലൈക്കും അത്തുല്ലാ, വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോക്കൂ, ഈ പാഠത്തിൽ റെഡ് മാർക്ക് കൊടുത്ത മൻ, മത, കം, ലിമാദ, കം, ബിമാദ, മത്ത, ഇതൊക്കെ അറബിയിൽ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ്. നഖറ, അപ്പുറത്തെ പേജ് നോക്കുക, നമുക്ക് വായിക്കാം. മൻ യഅരിഫു മിൻകും, മൻ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് ആർക്കറിയാം? മത തമ്മ ബിനാഉ ഹാദൽ മഖർ, ഈ ആസ്ഥാനത്തിൻ നിർമ്മാണം എപ്പോഴാണ് പൂർത്തിയായത്? ലിമാദ ഹാദിൽ കുതുബ്, എന്തിനാണ് പുസ്തകങ്ങളൊക്കെ? കം മുവല്ലഫൻ ഫി ഹാദൽ മക്തബ്, ഈ ഓഫീസിൽ എത്ര ജോലിക്കാരുണ്ട്? ബിമാദ തശ്ഉറൂൻ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മതാ തർജഊൻ, നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഈ പറയപ്പെട്ട മൻ, മത, ലിമാദ, കം, ബിമാദ, മത്ത ഉപയോഗിച്ചപ്പോൾ ചില അർത്ഥവ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, കൂട്ടുകാരൊക്കെ മനസ്സിലാക്കുക. നസ്അലു ഹസബൽ മുഷാരിലേഹി സുമ്മ നക്തുബുഹു, ഇതിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, അത് എഴുതാം. അൻത, മൻ അൻത, കുട്ടി വായിക്കും. മൻ അൻത, നീ ആരാൻ? മൻ അൻതുമ, നിങ്ങളാരാൻ? മൻ ഹിയ, അവളാരാൻ? മൻ ഹുവ, അവൻ ആരാൻ? മതാ തദ്ഹബു, നീ എപ്പോഴാ പോകുന്നത്? മതാ തക്തുബാനി, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് എഴുതുന്നത്? മതാ തനാമോ, നിങ്ങൾ എപ്പോഴാ ഉറങ്ങുന്നത്? മതാ യർജഅൻ, അവർ രണ്ടാൾ എപ്പോഴാണ് മടങ്ങുന്നത്? ഇതിലൊക്കെ അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. ഇനി കം വെച്ചിട്ടാണ്. കം റക്അത്തൻ സല്ലൈതുമ, നിങ്ങൾ എത്ര റക്അത്ത് നിസ്കരിച്ചു? കം ഉദുവൻ ഫി ഉസ്റതിക, നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? കം താലിബൻ ഫിൽ മദ്രസത്തി, നിങ്ങൾ മദ്രസയിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? കം ബിൻതൻ ഫി സൊഫിക്കി, നിന്റെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ലിമാദ അക്കൽത്തി ഹാദ, ഇതെന്തിനാണ് തിന്നുന്നത്? ലിമാദ ദഹബത്തും, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? ബിമാദ കതബത്ത, നീ എന്തിനാണ് എഴുതുന്നത്? ബിമാദ ഖതഅതുമ ഷദറത, നീ എന്തിനാണ്, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് മരം മുറിക്കുന്നത്? അപ്പം മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, മത എപ്പോഴാണ്, കം എത്ര, ലിമാദ എന്തിന്, ബിമാദ എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ ഇസ്തിഫാമിൽ അദവാത്തിന് ഉള്ളത്. ഇതിന് അദവാത്തുൽ ഇസ്തിഫാമി എന്നാണ് പറയാം. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. നുലാഹിദു തആബീറ വനതഹദ്ദസു ബിഹ, താഴെ കൊടുത്ത ഇബാറത്തുകൾ നിരീക്ഷണം നടത്തിയിട്ട് പറയാനാണ്. ബിൽ ഫറഹി വസ്സുറൂർ, സന്തോഷം. മർഹബൻ മർഹബൻ അഖിലം വസഹില, സ്വാഗതം. മാഷാ അല്ലാഹ്. അഹ്സൻതും, വളരെ നന്ദി. മുംതാസ്, വേറിട്ടത്. ബിമാദാ തശ്അറു, എന്താണ് തോന്നുന്നത്? ബിർ റാഹത്തി വൽ ഫഖരി, സന്തോഷവും അഭിമാനവും. നർജു ഫിൽ ഹാൽ, ഇപ്പം തന്നെ മടങ്ങും. ശുക്രൻ ജസീല, നല്ല ശുക്ർ ചെയ്യുന്നു. ഇതൊക്കെ പാഠത്തിൽ പറഞ്ഞ പല അറബിയിലുള്ള പ്രയോഗങ്ങളാണ്. സാധാരണ സംഭാഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇനി നമുക്ക് വായിക്കാം. നുഅദ്ദിബു, കൊടുത്തിട്ടുള്ള അറബി മലയാളം അറബിയിൽ എഴുതാനാണ്. അവർ ആരാണ്, എങ്ങനെ ചോദിക്കും അറബിയിൽ? മൻഹും, നീ എന്ത് ചെയ്യുന്നു? മാതാ തഫ്അലു, നീ എപ്പോഴാണ് ഉറങ്ങുന്നത്? മതാ തനാമു. നഖറു മിനൽ ഖുർആനി വനക്തശഫു മിൻ ഖുദവാത്തിൽ ഇസ്തിഫാമി വനഖത്തു തഹ്തഹ, താഴെ പറയുന്ന ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിലെ ഇസ്തിഫാമിൻ അദവാത്തുകൾ മനസ്സിലാക്കി അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. മൻ അല്ലദി യശ്ഫഉ ഇൻദഹു, അള്ളാഹു അടുക്കൽ ആരാണ് ശുപാർശ ചെയ്യുന്നത്? ഇവിടെ മൻ എന്നാണ് ഇസ്തിഫാമിൻ അദവാത്ത്. ഖാല ഖായിലുൻ മിൻകും കം ലബിസ്തും, അവരിൽ പറയുന്നു നിങ്ങൾ എത്ര താമസിക്കുന്നു? ഇവിടെ കം എന്നാണ്.
മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നത്? മാത ആറാദല്ലാ ബിഹാദ മസല, എന്താണ് അതുകൊണ്ട് അള്ളാഹുദാർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ മാത, ഇതൊക്കെ ഇസ്തിഫാമീൻ്റെ ദാത്തം. അവസാനത്തെ വർക്ക് നൻസഹൽ കലിമ, താഴെ കൊടുത്ത പദങ്ങൾ അത് കോപ്പി ചെയ്താൽ മതി, വൃത്തി എഴുതാം. കാനത്ത് റഹിലത്തു മലീഅത്തം ബിൽ ഫറഹി വസ്സുറൂർ, വൃത്തിയിൽ എഴുതി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.